നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും നിലകൊള്ളുന്നതായ ഒരു സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു അനുയായി കടന്നു വരുകയാണ്. അദ്ദേഹം നമസ്കരിച്ചിട്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് ഫസല്ലമ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോട് സലാം ചൊല്ലിയത്രേ. അല്ലാഹുവിന്റെ റസൂൽ ഫറദ്ദ സലാമ, നബി തങ്ങൾ അദ്ദേഹത്തിന് സലാം അടക്കുകയാണ്. സലാം അടക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, സല്ലി ഫഇന്നക ലം തുസല്ലി. നിസ്കരിച്ചു വിട്ട് വന്ന വ്യക്തിയാണ്. നബിയോട് സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിസ്കരിക്ക് മോനെ, ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കുന്നത് കണ്ണിൽ കണ്ടതാണ്. നിസ്കരിച്ചിട്ട് അയാൾ ഇങ്ങോട്ട് വന്നിട്ടാണ് സ്വഹാബത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. നിസ്കരിച്ചിട്ട് അയാൾ ഇങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും. സാധാരണ ഖത്തീബ് ഉസ്താദിനെ കാണുമ്പോൾ പറയുമല്ലോ, വാതിൽക്കൽ നിൽക്കാൻ നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മോനെ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കൻ. നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അദ്ദേഹം വേഗം തിരിച്ചുപോയി. രണ്ടാമതും അദ്ദേഹം നമസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് വീണ്ടും സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കിയിട്ട് പറയുകയാണ്, സല്ലി ഫഇന്നക ലം തുസല്ലി, നിസ്കരിക്ക് മോനെ, നീ നിസ്കരിച്ചിട്ടില്ല. പോയി നിസ്കരിക്ക്. നബി മുഹമ്മദ് മുസ്തഫ പോയി. രണ്ടാമതും നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വന്നുകൊണ്ട് നബി തങ്ങളോട് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കിയിട്ട് വീണ്ടും പറയുകയാണ്, സല്ലി ഫഇന്നക ലം തുസല്ലി, നിസ്കരിക്ക് മോനെ, നീ നിസ്കരിച്ചിട്ടില്ല. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ പ്രാവശ്യവും ചൊല്ലുകയാണ്. കാരണം എന്താണെന്ന് ചോദിക്കുന്നില്ല. അദ്ദേഹം പോയി നിസ്കരിക്കുകയാണ്. എത്ര വിനയമാണ് അവർക്ക്. ഈ ഹദീസൊക്കെ പഠിപ്പിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പള്ളിയിലെ ഖത്തീബ് പറയാണ്, ഉദാഹരണം, നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പറയാൻ, കാര്യം ശരിയായിട്ടില്ല എന്നല്ല, പോയി നിസ്കരിക്കും മോനെന്ന് പറഞ്ഞാൽ കണ്ണുണ്ടോ മുസ്ലിയാർക്ക്? ഇപ്പം കരിച്ച കണ്ടായിരുന്ന കരിച്ചിട്ടില്ലെന്ന്, വേണേ കയറിയും കരിക്കാട്ടോ, അസ്സലാമു അലൈക്കും, പിന്നെ കാണാം. പറയോ ഇല്ലയോ നിങ്ങൾ പറയും. ഇനി അവൻ ഒരു വട്ടം പോയി നിസ്കരിച്ച് അടുത്ത വട്ടം വരുമ്പോൾ വീണ്ടും പറയാം, പോയി നിസ്കരിക്കുവാൻ കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുസ്ലിയാർ ഗുളിക കഴിച്ചില്ല അല്ലേ, ശരിയെന്നാ അസ്സലാമു അലൈക്കും പറയുമോ? നമ്മുടെ കൗം ഉറപ്പായിട്ടും പറയും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇത് ഒരു മറുപടിയും പറയുന്നില്ല. നിസ്കരിക്കാൻ പറയുമ്പോൾ വേഗം പോയി നിസ്കരിക്കൽ തന്നെ. നോക്കൂ അവരുടെ വിനയം നോക്ക് നിങ്ങൾ. 3 വട്ടം പോയി നിസ്കരിച്ചിട്ട് അവസാനം 3-ാമത്തെ വട്ടം കഴിഞ്ഞ് 4-ാമത്തെ വട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലി ഫഇന്നക ലം തുസല്ലി, നിസ്കരിക്ക് മോനെ, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ആ സഹാബി വര്യൻ ചോദിക്കുകയാണ്, ഫവല്ലാഹി മാ ഉഹ്സിനു ഗൈറ ഹാദാ, നബിയേ, ഇപ്പോൾ നമസ്കരിച്ച നമസ്കാരത്തെക്കാൾ മെച്ചമായി എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല റസൂലേ. എന്താണ്, പറയൂ ഹബീബേ. ഇതിനേക്കാൾ മെച്ചമായിട്ട് നിസ്കരിക്കാൻ എനിക്കറിയില്ല. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നബിയ? ഉണ്ടെങ്കിൽ പറയിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 4-ാമത്തെ വട്ടം അദ്ദേഹം ചോദിക്കാൻ, 4-ാമത്തെ പ്രാവശ്യം നിസ്കരിക്കാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ നമസ്കാരത്തിലുള്ള അപാകത എന്തെന്നറിയുമോ? തുമഇനീനത്തില്ല, അനക്കമടങ്ങലില്ല. നീ നമസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ നീ ഫകബ്ബിർ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണേ. ثم قرأ ما تيسر من القرآن, ഫാത്തിഹ സൂറത്ത് ഓതി അറിയാവുന്നത്ര ഖുർആനിനൊക്കെ എളുപ്പമുള്ള ഭാഗങ്ങൾ നീ പാരായണം ചെയ്യണേ. പിന്നെ നീ റുകൂഇലേക്ക് വരണേ. ആ റുകൂഇൽ നീ അനക്കമടങ്ങി നിലകൊള്ളണേ.
ശേഷം നീ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സുമ്മഅ്തദിൽ, പിന്നെ നീ ഇഅ്തിദാലിലേക്ക് വരണേ. ആ ഇഅ്തിദാലിൽ നീ അനക്കമടങ്ങണേ. അതിനുശേഷമാണ് നീ ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം സുമ്മസ്ജുദ്, പിന്നെ നീ സുജൂദിലേക്ക് പോകണേ. ഹത്താ തത്മഇന്ന സാജിദാ, ആ സുജൂദിൽ നീ അനക്കമടങ്ങിയതിന് ശേഷം ചൊല്ലണേ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം പിന്നെ നീ ഇരിക്കണേ. ഹത്താ തത്മഇന്ന ജാലിസാ, ആ ഇരുത്തത്തിൽ നീ അനക്കമടങ്ങിയിരിക്കണേ. എന്നിട്ട് നീ 7 വലിയ ദുആ ചെയ്യണേ. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ആരാ ഇത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, നമസ്കാരത്തിൻ്റെ ഓരോ ഭാഗത്തും വേണ്ടെന്ന തുമൈനീനത്ത് ഷാഫി മദ്ഹബുകാരാകുന്ന നമുക്ക് ഫർളല്ലേ, ശ്രദ്ധിക്കാതെ പോകല്ലേ. നമസ്കാരം അസാധുവാണ്. നമസ്കാരം ഈ രീതിയിൽ നീ നമസ്കരിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിച്ചപ്പോ വളരെ സ്നേഹത്തോടുകൂടി അത് കേൾക്കുകയും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് പ്രകാരം നമസ്കരിച്ചിട്ട് ആ മനുഷ്യൻ സലാം ചൊല്ലി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, തിൽക സ്വലാത്തുൽ മുനാഫിഖീ, ഇദ്ദേഹം ആദ്യം നമസ്കരിച്ചതായ നമസ്കാരങ്ങളില്ലേ, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. യജ്ലിസു സുമ്മ യർഖുബു ശംസു, വൈകുന്നേരം വരെ ഏതെങ്കിലും കടകളുടെ വരാന്തകളിൽ പോയിരിക്കുകയാണ്, ഏതെങ്കിലും റോഡരികൾ പോയിരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചെന്ന് കടന്നു വരുമ്പോ ഓടി വരുകയാണ്. സുമ്മ യൻഖുറു കമാ യൻഖുറുൽ ഖുറാബു അദ്ദമാ, പിന്നെ അവൻ മഗ്‌രിബ് നമസ്കരിക്കാൻ പള്ളിയിൽ കയറുകയാണ്. എങ്ങനെയെങ്കിലും കാക്ക രക്തം കൊത്തിയെടുക്കുന്നത് പോലെ ചുണ്ടുകൊണ്ട് വേഗം തന്നെ കുത്തി അവൻ നമസ്കാരം പൂർത്തീകരിക്കുകയാ. എങ്ങനെയെങ്കിലും സുജൂദ് ചെയ്തെന്ന് വരുത്തുകയാണ്, എങ്ങനെയെങ്കിലും റുക്കൂ ചെയ്തുവെന്ന് വരുത്തുകയാ. തിൽക സ്വലാത്തുൽ മുനാഫിഖീ, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ നമസ്കാരം കൊണ്ട് നീ എത്തിച്ചേരുന്നത് എവിടെയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ വലാ തജിദ ലഹും നസീറാ. എങ്ങനെയെങ്കിലും നമസ്കരിച്ചു എന്ന് വരുത്തിക്കൊണ്ടുള്ളതായ തലകുത്തി മറിഞ്ഞുകൊണ്ടുള്ള നമസ്കാരമില്ലേ, അല്ലാഹ് നമസ്കാരം വേണ്ട. അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. ഈ രീതിയിൽ സുബഹി നമസ്കരിക്കുന്നവരില്ലേ, ളുഹർ നമസ്കരിച്ചവരില്ലേ, ഇശാ നമസ്കരിക്കുന്നവരില്ലേ, മഗ്‌രിബ് നമസ്കരിക്കുന്നവരില്ലേ, തറാവീഹ് പോലും വേഗം തന്നെ തലകുത്തി മറിഞ്ഞുകൊണ്ട് നമസ്കരിച്ച് നിൽക്കുന്ന സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തിൽക സലാത്തുൽ മുനാഫിഖീ, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. അവൻ എവിടെയാണ് എത്തിച്ചേരുന്നതെന്നറിയുമോ? നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. ഈ ദുനിയാവിൽ കപടതയുടെ മുഖം വെച്ചുകൊണ്ട് നടക്കുന്നവരെ, ഞാൻ ഈമാനുള്ളവനാണ്, ഞാൻ സത്യവിശ്വാസിയാണ്, ഞാൻ ഔലിയാക്കളെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ നമസ്കാരങ്ങളെ നിലനിർത്തുന്നവനാണ്, ഞാൻ ഫർളുകളെ സംരക്ഷിക്കുന്നവനാണെന്ന് പറയുക മാത്രമല്ല വേണ്ടത്, നിന്റെ ജീവിതത്തിൽ കാണൽ അനിവാര്യമാണ്. നമസ്കാരങ്ങളെ പിന്തിക്കുകയും നമസ്കാരങ്ങളെ അശ്രദ്ധ വെക്കുകയും ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുകയും ജനങ്ങൾ കാണട്ടെ എന്ന നിലയ്ക്ക് ഇബാദത്തുകൾ എടുക്കുകയും ചെയ്യുന്നവരെ,
നരകത്തിൻ്റെ അടിത്തട്ട് നിനക്കാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. വലാ തജിദ ലഹും നസീറാ, ഒരാൾ പോലും നിന്നെ സഹായിക്കാനുണ്ടാവുകയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഇപ്പം നിസ്കരിച്ചു തറാവിഹും മറ്റുമൊക്കെ, അള്ളാഹു നമുക്ക് പരിപൂർണമായി പുറത്തു തരട്ടെ. എങ്ങനെയാണ് നിസ്കരിച്ചത്? വേഗം എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചു. മടിയാണ്, അലസതയാണ്, എങ്ങനെയെങ്കിലും തീർക്കുന്നുള്ള പരിപാടിയാണ്. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും കസേരയിൽ നിസ്കരിച്ചിട്ട് നിസ്കാരം ഒതുക്കി തീർക്കുകയാണ്. തറാവീഹ് പോലും തറാവീഹ് എന്തായാലും കസേര നിസ്കരിച്ചുകൂടെ? പറ്റും, പറ്റാത്തൊന്നുമില്ല. പക്ഷെ ഫർള് നമസ്കാരങ്ങൾ അല്ലാത്ത സുന്നത്തുകൾ നമ്മൾ അങ്ങനെ ഇരുന്ന് നമസ്കരിച്ചാൽ, നിൽക്കാൻ കഴിവുള്ളതിനോടൊപ്പം ഇരുന്ന് നമസ്കരിച്ചാൽ നിന്ന് നമസ്കരിക്കുന്നവൻ്റെ നേരെ പകുതി പ്രതിഫലമേ കിട്ടുകയുള്ളൂ. ശരിക്കും മനസ്സിലാക്കണേ, നിന്ന് നിസ്കരിക്കുന്നവൻ്റെ നേരെ പകുതി പ്രതിഫലമേ കിട്ടുകയുള്ളൂ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ. തറാവീഹൊക്കെ ഒരുപാട് ഉമ്മമാർ അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ട്. സുഖമില്ലായ്മ കൊണ്ടൊന്നുമല്ല, നല്ല സുഖം, ചൂടൊക്കെ അല്ലേ. എന്നാൽ പിന്നെ ഇരുന്ന് പിടിപ്പിച്ചോ, എന്നാ പടച്ചവനെ പിടിച്ചോ യാ അല്ലാഹ്, അങ്ങനെ കൊടുക്കുകയാണ്. പള്ളിയിൽ വരുമ്പോൾ ഉണ്ട് നല്ല ഇഷ്ടം പോലെ കസേര. പള്ളിയിലൊക്കെ ഇപ്പോൾ മൊത്തത്തിൽ കസേരയായി. ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഖത്തീബ് ഉൾപ്പെടെ കസേരയിലാവും ഈ കോലത്തിൽ പോയ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആർക്കാണ് ഈ കസേര നിസ്കാരം ഉള്ളത്? പഠിക്കേണ്ട ഇന്നത്തെ തലമുറ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഫർളായ നമസ്കാരങ്ങൾ കഴിവുള്ള ഒരു വ്യക്തി കഴിവുള്ളതിനോടൊപ്പം തന്നെ ഇരുന്ന് നമസ്കരിച്ചാൽ ആ നിസ്കാരം മുഴുവനും ബാത്തിലാണ്. നിസ്കാരം മുഴുവനും ബാത്തിലായാൽ, ഒരു നമസ്കാരം അത് ബാത്തിലാണെന്നറിയപ്പെട്ടാൽ ഷാഫി മദ്ഹബ് പ്രകാരം ആ നമസ്കാരം മുഴുവനും മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. അല്ലാഹ്, അപ്പോൾ ഞാൻ ഉസ്താദെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇരുന്ന് നിസ്കരിക്കുന്നത്. എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ കസേര ഉണ്ടപ്പോൾ നല്ല സ്പോഞ്ച്, അപ്പം ഞാൻ പൃഷ്ഠഭാഗം വെച്ച് നല്ല റാഹത്തായിട്ട് ഇരുന്ന് നിസ്കരിച്ച്. ഇനിയിപ്പോൾ എന്ത് വേണം? ആ നിസ്കാരം മുഴുവൻ മടക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 5 അല്ല 10 കൊല്ലം നിസ്കരിച്ചാൽ കഴിവുള്ള വ്യക്തി, നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നമസ്കരിച്ചാൽ ആ നിസ്കാരം മുഴുവനും മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. കാരണം അതെല്ലാം ബാത്തിലാണ്. പിന്നെ ഇളവ് എവിടെയാണ്? സുന്നത്ത് നിസ്കരിക്കുന്നതിലാണ്. കഴിവുള്ളതിനോടൊപ്പം തന്നെ ഇരുന്ന് നമസ്കരിക്കാം, അനുവദനീയമാണ്. പക്ഷേ തുഹ്ഫയിൽ കാണാം, ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, നിന്ന് നമസ്കരിക്കുന്നവൻ്റെ നേരെ പകുതി പ്രതിഫലമേ ഇരുന്ന് നമസ്കരിക്കുന്നവന് ലഭിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളക്കാക്കട്ടെ. ഈ നിസ്കാരക്കാർ 3 കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ഇതാ വേഗം ഒന്ന് പറഞ്ഞുതരാം. ആരാണ് കസേര നിസ്കാരക്കാർ? ശരിക്കൊന്ന് മനസ്സിലായിക്കോ. അത് പറയൽ നിർബന്ധമായ കാലഘട്ടത്തിലാണ്. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലും ഉണ്ടാവും ഒരാൾ അത്തരത്തിലുള്ള ആളുകൾ. എങ്കിലും പഠിച്ചു വെച്ചോ, സ്ത്രീകളിൽ ധാരാളം ആളുകളുണ്ട്. ഒന്ന്, നിൽക്കാൻ കഴിവുണ്ട്, പക്ഷേ തറയിൽ പോയി സുജൂദ് ചെയ്യാനോ തറയിലിരുന്ന് അത്തഹിയ്യാത്തിലിരുന്ന് നിസ്കരിക്കാനോ കഴിവ് ഇല്ല. അങ്ങനത്തെ ആൾ. നിൽക്കാൻ കഴിവുണ്ട്, തറയിൽ പോയി സുജൂദ് ചെയ്യാൻ കഴിയൂല, തല കൊണ്ടുപോയി നിലത്ത് വെച്ചിട്ട് സുജൂദ് ചെയ്യാൻ പറ്റൂല. അതോടൊപ്പം തന്നെ അത്തഹിയ്യാത്തിൽ നമ്മൾ തറയിലിരിക്കുന്ന അത്തഹിയ്യാത്തിലിരിക്കലുണ്ടല്ലോ, ആ ഇരുത്തോ അയാൾക്ക് പറ്റൂല, തറയിലോട്ട് പോകാനേ പറ്റൂല. അങ്ങനത്തെ ആൾ. അങ്ങനത്തെ വ്യക്തി എന്ത് ചെയ്യണം? 85% നമ്മുടെ ഇടയിൽ കസേര നിസ്കാരക്കാർ അത്തരത്തിലുള്ളവരാണ്. അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യണം? തുടക്കം മുതലേ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂല അവന്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ? വന്നാൽ ഉടനെ ഹാജിയർ നടന്ന് ബെൻസിലാണ് വന്നത്. ഓടി വന്ന മനുഷ്യൻ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കസേര കണ്ടപ്പോൾ കയറിയിരിക്കുക. നല്ല സുഖമാണ്. കുറച്ച് നേരം നല്ല റഹേസ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിയാർ സുഖമുണ്ട്. അതുകൊണ്ട് ഉസ്താദിനോട് പറയും വലിയ സൂറത്ത് ഓതിക്കോളെ. കാരണം ഹാജിയർക്ക് നല്ല സുഖമുണ്ടല്ലോ, നല്ല റാഹത്ത്. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ആദ്യം മുതലേ കസേരയിൽ കയറിയിരിക്കുക. നിൽക്കാൻ കഴിവുള്ളതിനോടൊപ്പം ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം മുഴുവൻ ബാത്തിലാണ്. ആ നിസ്കാരം മുഴുവൻ മടക്കണം. അള്ളാഹു ആക്കട്ടെ. നടന്നിങ്ങോട്ട് വന്നത്, നടന്നിങ്ങോട്ട് വത്തോട്ട് കയറിയിട്ട് ഇവിടെ വന്ന് കസേര കയറി അങ്ങ് ഇരുന്ന് പറ്റൂല. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം. തുടക്കം മുതലേ അങ്ങനെ നിൽക്കണവൻ. അവൻ നിൽക്കുന്നു, ഫാത്തിഹ സൂറത്ത് ഓതുന്നു,
ഇമാമിനോടൊപ്പം തന്നെ നിസ്കരിക്കുന്നു. പള്ളിയിൽ വരുന്ന നിസ്കാരമാണ് ഇപ്പോൾ പറയുന്നത്. ഇനി വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കൽ. ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു. നിൽക്കാന്ന് പറഞ്ഞാൽ ഒരാളെ കൂലിക്ക് നിർത്തിയിട്ട് അയാൾ മുഖേന പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും നിൽക്കണം, അതിനെങ്കിലും സാധിക്കുമെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, പള്ളിയുടെ ഒരു തൂണുണ്ട്, ആ തൂണിലേക്ക് വലതുവശം ചാരി നിന്നാലും കുഴപ്പമില്ല, അങ്ങനെ ചാരി നിന്നാൽ അയാൾക്ക് നിൽക്കാൻ പറ്റും എങ്കിൽ അയാൾ അങ്ങനെയെങ്കിലും നിൽക്കണമെന്നാ. വേഗം കയറി കസേര ഇരിക്കാൻ പറ്റൂല. ഇനി ഇടതുവശത്താ തൂണുള്ളത് അല്ലെങ്കിൽ ഭിത്തിയുള്ളത്, അങ്ങനെയെങ്കിലും ചാരി നിൽക്കണം. അല്ലാതെ കാലിനൊരു ചെറിയൊരു വേദന, ഇന്നലെ എങ്ങാണ്ട് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ കല്ലെങ്ങാണ്ട് ചെറുതായിട്ട് ഉടനെ കസേര കയറിയിരിക്കുക. അതാണിപ്പോൾ കണ്ടുവരുന്നത്. ചെറുപ്പക്കാരൊക്കെ കസേരയുമല്ല ആസ്വദിക്കുന്ന അവസ്ഥയാണ്. ഒരു മസലയും പണ്ഡിതന്മാരോട് ചോദിക്കുന്നുമില്ല. എവിടെയാണ് ലോകം എത്തിയിരുന്നത്? നിസ്കാരം ശരിയാകണ്ടേ? നീ എന്തായാലും പള്ളിയിലേക്ക് വരുന്നുണ്ട്, ഒതുവെടുത്ത് ഈ സമയം മെനക്കെടുത്തി പള്ളിയിൽ വരുന്നുണ്ട്, ആ നിസ്കാരം സാധുവാകുമോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണ്ടേ? ആലിമീങ്ങളോട് ചോദിക്കുന്നുണ്ടോ? പണ്ഡിതന്മാരോട് ചോദിക്കുന്നുണ്ടോ? എങ്ങനെയെങ്കിലും നിസ്കരിച്ചോ, എന്നാ പിടിച്ചോ. ആർക്ക് വേണം നിൻ്റെ നിസ്കാരം? പള്ളിക്കകത്ത് കയറിയിട്ട് കസേര നമ്മളെ ചാരി ഇരിക്കാനുള്ളതല്ല, നീ അതിന് അർഹനാണോ എന്നുള്ളത് ആദ്യം പഠിക്കും. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണ് പറയുന്നത്, നിൽക്കാൻ കഴിവുണ്ട്, പക്ഷേ അയാൾക്ക് തറയിൽ പോയി സുജൂദ് ചെയ്യാനോ തറയിലിരിക്കാനോ പറ്റൂല. അങ്ങനത്തെ വ്യക്തി വന്നാലുടനെ ആദ്യം തന്നെ കസേരയിട്ട് ഇരിക്കരുത്. അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്, ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം. ഭൂരിഭാഗം ആളുകളുടെക്കിടയിലും ഇതാണ് കാണുന്നത്. പിന്നെ അവൻ എന്ത് ചെയ്യണം? വന്ന ആദ്യം തന്നെ നിൽക്കണം. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി ഇമാമിനോടൊപ്പം തന്നെ റുക്കൂ ചെയ്യുന്ന സമയത്ത് നിന്നുകൊണ്ട് തന്നെ പരമാവധി റുക്കൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അവനെക്കൊണ്ട് പറ്റുന്ന നിലയ്ക്ക്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് റുക്കൂ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അയാൾക്ക് എന്തേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ? സുജൂദ് ചെയ്യാനും തറയിലേക്ക് പോകാനാണ് പ്രയാസം. അപ്പം നിന്നുകൊണ്ട് പറ്റുന്ന രീതിക്ക് ചെറിയൊരു കുനിയൽ റുക്കൂ ചെയ്യുക. എഴുത്തുദാൽ വന്നു സമിഅല്ലാഹു ലിമൻ ഹമിദ, നൃത്തത്തിൽ തന്നെയാണ്. ഇനി അയാൾക്ക് തറയിലേക്ക് പോകാൻ പറ്റൂല, സുജൂദിലേക്ക്. അപ്പോൾ അയാൾക്കൊരു ഇളവ് കൊടുക്കാൻ ഒന്ന് ഇരിക്കും, ജസ്റ്റ് ഒന്ന് ഇരിക്കുക. ഈ ഇരുത്തം എന്തിനാണ്? സുജൂദിലേക്ക് പോകാനുള്ള ഇരുത്താൻ. അതിനൊരു കസേരയോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ നിനക്കവിടെ ഇട്ടിട്ട് ജസ്റ്റ് അതിന്മേൽ ഒന്ന് പൃഷ്ഠം വെക്കാം, ചന്തിഭാഗം വെച്ച് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ രണ്ട് കൈയുടെയും ഉൾഭാഗം മുട്ടിലേക്ക് കൊടുത്ത് പരമാവധി തല നല്ലതുപോലെ കുനിക്കുക. ഇരുന്നു കൊണ്ട് തന്നെ കസേരയിലേക്ക് അങ്ങോട്ട് ഇരിക്കുക. സുജൂദിന് പോവാൻ, സുജൂദിലേക്ക് പോകുന്ന ഇരുത്തമായതുകൊണ്ട് തന്നെ ആ ഇരുത്തം കൂടുതലങ്ങ് ഇരിക്കാൻ പാടില്ല. എന്തായാലും ഇരുന്ന് പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് പോവാം റാഹത്ത് എന്നും പറഞ്ഞ് അവിടെ അങ്ങ് ഇരിക്കാൻ പാടില്ല. അങ്ങോട്ട് ഇരുന്നാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? സുജൂദിലേക്ക് പോകണം. എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? ഇരുന്നിട്ടാണ്. ഇരുന്നിട്ട് സുജൂദ് ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി ഇത്രയേ എത്തുള്ളൂ, മാക്സിമം എന്നാൽ ഇത്രയും ഒരാളെ തന്നെ കുനിയുള്ളൂ. ഇതിലേക്ക് താഴോട്ട് കുനിയൂല. കാരണം ഇരുന്നിട്ട് കുനിയുമ്പോൾ, കസേരയിന്മേൽ ഇരുന്നിട്ട് കുനിയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. അത് ഇത്രയേ കുനിയുള്ളൂ. ഇത്രയും കുനിയാൻ പറ്റും. ഇത്രയും കുനിയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പരമാവധി അത്ര സാധിക്കുമെങ്കിൽ അത്ര, ചിലപ്പോൾ അത്രയും പറ്റൂല, ഇത്രേ പറ്റുള്ളൂ, ആയിക്കോട്ടെ അത്രയും മതി. നിന്നെക്കൊണ്ട് എത്ര പറ്റുമോ അത്രത്തോളം കുനിയൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ എന്തിടേണ്ടതില്ല? ഒരു സ്റ്റൂളോ മറ്റ് കസേരയോ അല്ലെങ്കിൽ ഒരു ഡെസ്കോ കൊണ്ടുവന്ന് ഇടേണ്ടതില്ല. ചില പള്ളികളിൽ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മിക്ക കണ്ണിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്താണ്? ഇരിക്കാൻ നല്ല ബെഞ്ച് കൊടുക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക്, അതോടൊപ്പം തന്നെ അതിൻ്റെ കാലിനോട് ചേർത്ത് തന്നെ ഒരു ഡെസ്ക് കൂടി പണിതങ്ങ് വെക്കാൻ. എളുപ്പമുണ്ടല്ലോ. കമ്മിറ്റിക്കാർ നല്ല ചെയ്തെന്നുള്ള ഗുണപ്പെട്ട് എല്ലാം കൊണ്ട് കുളമായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം ഈ നിസ്കരിക്കുന്നവൻ്റെ ആരോഗ്യസ്ഥിതി നീ മനസ്സിലാക്കണം. എനിക്ക് ഇത്രയും കുനിയാൻ പറ്റും എങ്കിൽ എൻ്റെ നിർബന്ധം അത്രമേൽ കുനിയലാണ്. കമ്മിറ്റിക്കാർ ഇത്രയുള്ള പൊക്കമുള്ള ഡെസ്ക് ഇട്ടത് കാരണത്താൽ ഇവിടം കൊണ്ട് എൻ്റെ കുനിയൽ മതിയായിപ്പോയി. പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഡെസ്ക് വേണ്ട, അതങ്ങ് ഒഴിവാക്കുക. അപ്പോൾ പിന്നെ ചിലർക്ക് സംശയം, സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റി വെക്കണ്ടേ മൂക്ക് വെക്കണ്ടേ എന്നുള്ളതാണ് സംശയം. നെറ്റിത്തടം വെക്കൽ നിർബന്ധമില്ല. ആർക്ക്? ഹഖീഖിയായ സുജൂദ്. ഇതാവാ തൻകീസ് ഇല്ലാത്തതുകൊണ്ട്. തൻകീസ് എന്ന് പറഞ്ഞാൽ അരക്കെട്ട് മുകളിൽ വരികയും നെറ്റി താഴേക്ക് വരികയും ചെയ്യുന്ന വ്യക്തിയാണ് ഹഖീഖിയായ സുജൂദ്. തൻകീസിൻ്റെ സുജൂദ് എന്ന് പറയും. അതിവിടെ ഇല്ല. അത് നിലത്ത് പോയി സുജൂദ് ചെയ്യുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ. താഴോട്ട് പോയി സുജൂദ് ചെയ്യുമ്പോഴാണ് അരക്കെട്ട് ഉയർന്നു നിൽക്കും, നമ്മുടെ തല താഴ്ന്നു നിൽക്കും. ആ സുജൂദ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ നെറ്റിത്തടം വെക്കൽ നിർബന്ധമില്ല. ഇനി ഒരാൾക്ക് പരമാവധി കുനിയാൻ പറ്റും. വീട്ടിലാണ് നിസ്കരിക്കുന്നത്, സ്ത്രീകളാണ്, ഇത്ര കുനിയാൻ പറ്റും. അവിടെ ഒരു സ്റ്റൂള് വെച്ചു, ഒരു തുണിയും പിരിച്ചു, അതിൻ്റെ മുകളിൽ സുജൂദ് ചെയ്തു, തെറ്റില്ല. എത്രത്തോളം കുനിയാൻ പറ്റുമോ അത്ര കുനിഞ്ഞിട്ടാൻ, അതിൽ തെറ്റില്ല. അത് നിർബന്ധമില്ല ആണ് ഈ പറഞ്ഞതിനർത്ഥം.
അപ്പോൾ അയാളുടെ നിസ്കാരത്തിൻ്റെ രൂപം ഓക്കെയായി. ഒന്നാമത്തെ വ്യക്തി അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണ്? നിൽക്കാൻ കഴിവുണ്ട്, തറയിൽ പോയി സുജൂദ് ചെയ്യാൻ പറ്റൂല, തറയിൽ പോയി ഇരുന്ന് നിസ്കരിക്കാനും പറ്റൂല. അങ്ങനത്തെ അസുഖക്കാരനായ വ്യക്തിയാണ് എങ്കിൽ അയാൾ തുടക്കം മുതലേ വന്ന കസേരയിൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം മുഴുവൻ ബാത്തിലാണ്. മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. ആദ്യം തന്നെ വന്ന് അയാൾ നിൽക്കണം, ഫാത്തിഹയും സൂറത്തോതി അങ്ങനെ തന്നെ റുക്കൂ നിന്നുകൊണ്ട് തന്നെ അല്പം ഒന്ന് കുനിയാൻ പറ്റുന്നത്ര കുനിഞ്ഞ് സമീഅല്ലാഹു ലിമൻ ഹമിദ ഇത്ദാനിൽ വന്നു. സുജൂദിലേക്ക് പോകുന്നതിന് വേണ്ടി കസേരയിൽ മേൽ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് പതുക്കെ രണ്ട് കൈമുട്ട് തൻ്റെ കാൽമുട്ടിലേക്ക് വെച്ച് ഉള്ളം കൈ വെച്ചുകൊണ്ട് നേരെ പതുക്കെ പരമാവധി എത്ര സുജൂദ് ചെയ്യാൻ പറ്റുമോ അത്ര രീതിയിൽ തല കുനിക്കുക. ഇടയിലുള്ള ഇരുത്ത് അവിടെ തന്നെ കസേരയിൽ മേൽ തന്നെ, കാരണം ഇനി അതിനുവേണ്ടി മേലോട്ട് അങ്ങോട്ടും പോകണ്ട. കസേരയിൽ തന്നെ ഇടയിലുള്ള ഇരുത്തിയിരുന്നു. വീണ്ടും സുജൂദ് ചെയ്യുന്നു. വീണ്ടും അയാൾ അടുത്ത റക്കായത്തിലേക്ക് വരുമ്പോൾ എഴുന്നേൽക്കണം. ആ തഹിയ്യാത്ത് രണ്ടാമത്തെ റക്കാത്തിൽ വരുമ്പോൾ ഇരുന്നു കൊണ്ട് തന്നെ ഇതേ രീതിക്ക് തന്നെ ഇരുന്നിട്ട് തന്നെ സലാമും വിട്ട് അയാളുടെ നിസ്കാരത്തിൻ്റെ രൂപം ഏകദേശം റെഡിയായിട്ടുണ്ട്. 3 പേരാണ് മൊത്തത്തിൽ ഈ കസേര നിസ്കാരത്തിൽ ഉള്ളത്. രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അയാൾക്ക് നിൽക്കാൻ തീരെ കഴിയില്ല, നിൽക്കാനേ കഴിയൂല, കാലിന് പ്രശ്നമുണ്ട്. എത്രത്തോളം കഴിയില്ല? ഒരു ഫാത്തിഹ സൂറത്ത് പോലും ഓതി പരിപൂർണമായി പൂർത്തിയാക്കാൻ കഴിയാത്ത വ്യക്തിയാണ്. അത്ര ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തു പറ്റും? തറയിൽ പോയിരിക്കാൻ പറ്റും. തറയിൽ പോയി ഇരുന്ന് നിസ്കരിക്കാം. ആ തഹിയ്യാത്തിൽ നല്ല റാഹത്തായിട്ട് നിസ്കരിക്കാം. എങ്കിൽ അയാൾ ആദ്യത്തെ ആ തഹിയ്യാത്തിലിരിക്കുന്ന രീതിയിൽ ഇഫ്തറാഷിൻ്റെ ഇരുത്തമെന്നാണ് ആ ഇരുത്തത്തിന് പറയുക. ആ ഇരുത്തത്തിൻ്റെ ഇരുത്തം ഇരുന്ന് ആദ്യം മുതൽ അയാൾ ഇരുന്ന് തന്നെ നിസ്കരിക്കട്ടെ. അയാൾക്ക് എന്തില്ല? കസേര എന്ന് പറയുന്ന സംഭവമില്ല. അയാളെ കസേര എടുത്ത് മാറ്റിയിടണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? അയാൾക്ക് കസേരയില്ല. ഇതെന്താ സംഭവിക്കുന്നത്? നിൽക്കാൻ കഴിവില്ല, ഇരിക്കാൻ പറ്റുമെന്ന് കാണുമ്പോഴേ ഉടനെ തോളത്ത് കസേരയും തൂക്കിയിട്ടുകൊണ്ട് വരിക. അയാളോട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിലത്തിരിക്കാൻ പറ്റുമോ? പറ്റും. എങ്കിൽ അയാൾ നിലത്തിരുന്നാണ് നിസ്കരിക്കേണ്ടത്, കസേരമേലിരുന്നല്ല. അയാൾ താഴെ തന്നെ ഇരിക്കട്ടെ. അത് തന്നെ ഇഫ്തറാഷിൻ്റെ ഇരുത്തം, ആദ്യത്തെ തഹിയ്യാത്തിൻ്റെ ഇരുത്തം ഇരിക്കട്ടെ. അത് പറ്റുന്നില്ലെങ്കിൽ തവറുക്കിൻ്റെ ഇരുത്തം, അവസാനത്തെ തഹിയ്യാത്തിൻ്റെ ഇരുത്തം ഇരിക്കട്ടെ. എന്തായാലും അയാൾ ഇരുന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അയാൾക്ക് ഒരുപാട് ആളുകൾ അങ്ങനെ നിസ്കരിക്കുന്നവരുമുണ്ട്. അങ്ങനെ തന്നെ നിസ്കരിക്കണം. അപ്പോൾ റുക്കുവോ അവിടെ തന്നെ ആ ഇരുത്തത്തിൽ തന്നെ പരമാവധി ചെറിയൊരു കുനിച്ചിൽ, സുജൂദ് അങ്ങോട്ട് തന്നെ പോകാം. അയാൾക്ക് പറ്റും, അത് പ്രശ്നമുള്ള കേസല്ല. നിലത്ത് പോയി ഇരിക്കാൻ പറ്റും. എന്തേ പറ്റാത്തുള്ളൂ? നിൽക്കാനാണ് സാധിക്കാത്തത്. അയാൾക്ക് കസേര നിസ്കാരമേ ഇല്ല. അയാളുടെ ഭാഗത്തുനിന്ന് കസേര ഒഴിവാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള വ്യക്തി, വളരെ ചുരുക്കി ഞാൻ രൂപപ്പെടുത്താൻ. മൂന്നാമത്തത് അയാൾക്ക് തറയിൽ പോയിരിക്കാനും പറ്റൂല, നിന്ന് നിസ്കരിക്കാനും പറ്റൂല. അങ്ങനത്തെ വ്യക്തി അയാൾക്കൊന്നേ പറ്റുള്ളൂ. ഓപ്ഷൻ ഏതേ ഉള്ളൂ? കസേരയിലേ ഉള്ളൂ. നിന്ന് നിസ്കരിക്കാനും പറ്റൂല, തറയിൽ പോയിരുന്ന് നിസ്കരിക്കാനും പറ്റൂല. അങ്ങനത്തെ പ്രശ്നമുള്ള വ്യക്തിയാണ്. ആരോഗ്യപരമായിട്ട് അങ്ങനത്തെ ഓപ്പറേഷനോ മറ്റോ ഒക്കെ കഴിഞ്ഞ വ്യക്തിയാണ്. കസേരയിൽ ഇരുന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ അയാൾ ആദ്യം മുതൽ എങ്ങനെ നിസ്കരിക്കണം? കസേരയിലിരുന്ന് തുടക്കം മുതൽ അയാൾ നിസ്കരിക്കണം. അങ്ങനെ തന്നെ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. അങ്ങനെ തന്നെ ഫുള്ള് കാര്യങ്ങൾ നീട്ടിക്കൽ. റുക്കോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുനിയുക. സുജൂദ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പരമാവധി സുജൂദ് ചെയ്യുക. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തഹിയ്യാത്ത് ഓതി സലാം വെട്ടുക. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇതിനകത്ത് ഇനി ശ്രദ്ധിക്കേണ്ട മർമ്മപ്രധാനമായ മറ്റൊരു കാര്യം, പള്ളികളിൽ സാധാരണ ബഹളമുണ്ടാകുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ കസേര എവിടെ കൊണ്ട് ഇടുമെന്നുള്ളതാണ്. ഭയങ്കര ബഹളമാണ്, കോലാഹലങ്ങൾ, ഒച്ചപ്പാടും ബഹളമാണ്. അതിലാദ്യം പറഞ്ഞ വ്യക്തിയും അവസാനം പറഞ്ഞ വ്യക്തിക്കും എന്തുള്ളൂ? കസേരയുള്ളൂ. രണ്ടാമത് പറഞ്ഞ വ്യക്തിക്ക് കസേരയില്ല. ആദ്യം പറഞ്ഞ വ്യക്തി ഏതാണ്? തുടക്കം മുതലേ നിൽക്കണം, അയാൾക്ക് നിൽക്കാൻ കഴിവുണ്ട്. അതോടൊപ്പം തന്നെ തറയിൽ പോയി സുജൂദ് ചെയ്യാനോ അത്തഹിയ്യാത്തിലിരിക്കാനോ പറ്റാത്തതായ വ്യക്തി, അയാൾക്ക് കസേരയുണ്ട്. എപ്പോഴയാൾ കസേര ഇടുന്നത്? സുജൂദിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അയാൾ കസേരമേൽ ആസ്വദിക്കുക, അല്ലെങ്കിൽ സ്റ്റൂൾ ആസ്വദിക്കുക. ആദ്യം തന്നെ പറയട്ടെ, കസേരയൊക്കെ ഒരു ഒതുക്കമുള്ളതായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പടവന്താരം പോലെ തെക്കോട്ടും വടക്കോട്ടും രണ്ട് കാല് പോകുന്ന രീതിക്ക്, ഒരു തന്നെ കണ്ണി കുത്തി കാലേ കുത്തി അങ്ങനെയുള്ളതാകരുത്. നമ്മുടെ ഈ ഹറമിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ഒതുക്കമുള്ള ചെറിയ രീതിക്കുള്ള കസേര, അതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ റാഹത്താൻ നല്ല ഒതുക്കമുള്ള കസേര ആയിരിക്കണം. കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാത്ത രീതിക്കുള്ള കസേര ആയിരിക്കണം. അപ്പോൾ അയാൾ വന്ന ആദ്യം മുതലേ നിൽക്കുകയാണ്, അയാളുടെ നിസ്കാരം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ സഫ് ശരിയാക്കേണ്ടത് നിൽക്കുന്നവരോടൊപ്പമാണ്. ശരിക്കും മനസ്സിലാക്കണേ, ആരുടെ കാര്യം പറയുന്നത്? നിൽക്കാൻ കഴിവുണ്ട്,
തറയിൽ പോയി സുജൂദ് ചെയ്യാനോ അത്തഹിയാത്തിലിരിക്കാനോ സാധിക്കാത്ത വ്യക്തി, അയാളുടെ നമസ്കാരം അയാൾ നിർവഹിക്കേണ്ടത് എങ്ങനെ? തുടക്കം മുതലേ നിൽക്കുന്നവരോടൊപ്പം സഫ് നോക്കിക്കൊണ്ട് തന്നെ അയാളുടെ സഫ് ശരിയാക്കണം. നിൽക്കുന്നവരോടൊപ്പം എന്ന് പറയുമ്പോൾ സാധാരണ നിൽക്കുന്നവരെങ്ങനെയാണ് സഫ് ശരിയാക്കേണ്ടത്? മടമ്പുകാല് നോക്കിയാണ്, കാലിൻ്റെ ബാക്ക് ഭാഗം നോക്കിയിട്ടാണ് സഫ് ശരിയാക്കേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് സഫ് അങ്ങനെ കറക്റ്റ് ചെയ്ത് പോകണം. അയാൾ റുക്കൂ ചെയ്തു, എഅ്തിദാൽ വന്നു, സുജൂദിലേക്ക് വരുമ്പോഴാണ് അയാൾക്ക് എന്ത് വേണ്ടത്? കസേര വരേണ്ടത്. അയാളുടെ കസേര സഫിൻ്റെ ബാക്കിലാണ് വരേണ്ടത്. അയാൾ നേരെ കസേരയിലേക്ക് ഇരുന്നു, ജസ്റ്റ് വേഗം സുജൂദ് ചെയ്യുന്നത്. കാരണം അയാൾ ആരോടൊപ്പമാണ്? നിൽക്കുന്നവരോടൊപ്പമാണ് സഫ് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അയാളുടെ സഫിൻ്റെ പൂർത്തീകരണം നിൽക്കുന്നവരോടൊപ്പമാണ് വേണ്ടത്. അയാളുടെ കസേര പുറകോട്ട് വരട്ടെ. അങ്ങനെ പുറകോട്ട് വരുമ്പോൾ പുറകിലുള്ളവൻ്റെ നിസ്കാരം, പുറകിൽ നിസ്കരിക്കുന്നവൻ്റെ സഫ് ശരിയാവും ഉസ്താദേ? അതാണ് പിന്നെ എല്ലാവർക്കും സംശയം. അവിടെയാണ് ബഹളം. മുന്നോട്ടിട്ട ആൾക്കും അത്രയും പ്രശ്നമില്ല, അവൻ്റെ നിസ്കാരം പോയാലും കുഴപ്പമില്ല, നമുക്കാണ് വിഷയം. അതാണല്ലോ എപ്പോഴും ബഹളം. പുറകിലോട്ട് ഇങ്ങോട്ട് ഇറക്കുമ്പോൾ അതിൻ്റെ കാല് പുറകിലായി. അപ്പോൾ പുറകിൽ നിൽക്കുന്നവൻ്റെ പകുതി സഫ് പോയിട്ടുണ്ട്. എന്താ ചെയ്യുക? അവൻ അവിടെ സുജൂദ് ചെയ്യണ്ട, അവൻ ഇപ്പുറത്തുനിന്ന് സഫ് കെട്ടിക്കോട്ടെ. അതെന്താ? അത് സഫ് പൂർത്തീകരിച്ചതിൻ്റെ കൂലി അള്ളാഹു തരും. അവിടെ പള്ളിയുടെ ഒരു തൂണാണെന്ന് നീ സങ്കല്പിക്കുക. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? തൂണ ഇങ്ങോട്ടൊന്ന് മാറിയെന്ന് ഞാൻ നിൽക്കരിക്കട്ടെ, തല ഉനിക്കട്ടെ എന്ന് പറയുമോ? ഒരു കുഴപ്പമില്ല. ഇതൊരു പാവം പിടിച്ചവൻ, കാല് വയ്യാത്തൊരുത്തൻ, അവൻ വന്ന് കസേരയിട്ട് നിസ്കരിച്ചപ്പോൾ നിനക്ക് വലിയ ബഹളം. അവനോട് അങ്കാണ്, മസാല പറഞ്ഞ് വലിയ തർക്കാണ്. അതുകൊണ്ട് അതൊരു തൂണായി അങ്ങ് സങ്കല്പിച്ചോ. നീ അതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് കൈ കെട്ടി അങ്ങ് സഫ് പൂർത്തീകരിച്ചോ. സഫിൻ്റെ കൂലി അള്ളാഹു തആല നിനക്ക് നൽകും. അയാൾ നിസ്കരിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? അയാൾ നിൽക്കുന്നവരോടൊപ്പമാണ് അയാളുടെ സഫിൻ്റെ പൂർത്തീകരണം. ഇനി ഏറ്റവും ലാസ്റ്റുള്ള വ്യക്തിക്കുമാണ് ഇനി കസേര നിസ്കാരം ഉള്ളത്. അതാരാ? അയാൾക്ക് നിൽക്കാനും കഴിവില്ല, തറയിൽ പോയിരുന്ന് നിസ്കരിക്കാനും പറ്റൂല, കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാനുള്ള ആവതേ ഉള്ളൂ. അയാൾ തുടക്കം മുതലേ കസേര നിസ്കാരക്കാരനാണ്. അയാൾ ഇരുന്നാണ് നിസ്കരിക്കുന്നത്. ഇരിക്കുന്നവൻ്റെ സഫ് പരിഗണിക്കുക, അവൻ്റെ പൃഷ്ഠഭാഗം നോക്കിയിട്ടാണ്. അവൻ്റെ കാലിൻ്റെ ഭാഗം, കാല് മടക്കുന്ന സമയത്ത് കാലെവിടെയാണ് വരുന്നത്? അവൻ്റെ പൃഷ്ഠത്തിൻ്റെ അവിടെയാണ് വരുന്നത്. ആണോ അല്ലയോ? തഹിയ്യാത്തിലിരിക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ കസേരയിൽ ഇരിക്കുവാണെങ്കിലും എൻ്റെ ഈ കാല് മടക്കി വെച്ചാൽ എവിടെയാണ് വരിക? എൻ്റെ പിൻഭാഗത്താണ് വരിക. അപ്പോൾ എൻ്റെ പിൻഭാഗത്ത് നോക്കിയിട്ടാണ് എന്ത് പരിഗണിക്കുക? സഫ് പരിഗണിക്കുക. അപ്പോൾ ഈ കസേരയുടെ കാല് നോക്കിയിട്ടാണ്. ഏത് കാല് നോക്കണം? ബാക്കിലെ കാല് നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ മുതലാണ് സഫ് പരിഗണിക്കേണ്ടത്. അതെന്താ അങ്ങനെ വരാൻ കാരണം? ഇരുന്നാണ് അവൻ്റെ നിസ്കാരം തുടക്കം മുതലും അവസാനം വരെയുള്ളത്. അവൻ്റെതാകുന്ന ആ പൃഷ്ഠഭാഗം നോക്കിയിട്ടാണ്. അപ്പോൾ കസേര നേരെ ഫ്രണ്ടിൽ കിടേണ്ടി വരും. അപ്പോൾ അവൻ്റെ കാലോ, അവൻ ഇരിക്കുന്ന സമയത്ത് കാല് സഫിൻ്റെ നടുക്കുമെന്ന് അത് വിഷയമല്ല. അവൻ്റെ സഫ് പരിഗണിക്കുക അവൻ്റെ പൃഷ്ഠഭാഗം നോക്കിയിട്ടാണ്. അതുകൊണ്ട് അവൻ്റെ കസേര ഫ്രണ്ടിലോട്ട് കയറിക്കോട്ടെ, അവനും പൂർത്തീകരണം കിട്ടും. ആണ് കസേര നിസ്കാരത്തിനൊരു ചുരുക്കി പറഞ്ഞത്. എന്തിനാണ് ഇത് പറഞ്ഞത്? നിസ്കാരമൊക്കെ പറഞ്ഞു പോയി, ഇത് പറഞ്ഞില്ലെങ്കിൽ വലിയ ഫസാദാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത് പഠിക്കാത്ത പോകാൻ പാടില്ല. എല്ലാ പള്ളികളിലും ബഹളമാണ്, ഒച്ചപ്പാടും ബഹളം. റമദാനാകുമ്പോൾ കസേര അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി, ജുമാ കഴിയുമ്പോൾ ഒച്ചപ്പാട്, അടി ഇടി. ഇതൊന്നും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ആർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇതിൽ പഠിച്ചു വെക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം ആദ്യം പറഞ്ഞതാണ്. നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അവൻ പള്ളിയിലേക്ക് നടന്നു വന്ന് റാഹത്തായിട്ട് വന്നിട്ട് പള്ളിയിൽ തുടക്കം മുതലേ കസേരയിട്ട് ഇരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണ്. അത് മടക്കിൽ നിസ്കരിക്കൽ നിർബന്ധമാണ്. അവൻ പിന്നെ എന്ത് ചെയ്യണം? ഫുള്ള് നിൽക്കണം, എഅ്തിദാലിലും നിൽക്കണം. സുജൂദിന് പോകുന്ന സമയത്ത് മാത്രം കസേര ഇങ്ങോട്ട് നേരത്തെ ഇറക്കിയിട്ടിരിക്കുകയാണ്. ആ സമയത്തിട്ട് ഇറക്കിയിടാനല്ല, ആദ്യം തന്നെ ഇറക്കി സഫിൻ്റെ പുറകിലിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ വ്യക്തി അവൻ പുറകിലോട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്ന് സുജൂദ് ചെയ്ത് നിസ്കാരം പൂർത്തീകരിക്കാൻ വേണം. ഒരു വിഭാഗം ആളുകളെ നാളെ നരകത്തിൽ കാണപ്പെടുകയാണ്. അവരോട് സ്വർഗാവകാശികളാകുന്ന ആളുകളെ ചോദിക്കുകയാണ്, മാ സലക്കക്കും ഫീ സഖർ, ഈ കത്തിച്ചൊലിക്കുന്നതായ സഖർ എന്ന നരകത്തിനുള്ളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണമെന്താണ്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകذിബു ബിയൗമിദ്ദീൻ ഹത്താ
അതാനൽ യഖീൻ. ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും കഴിഞ്ഞുകൂടിയതായ സമൂഹം നാളെ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുഖേന അവരെ വലിച്ചെറിയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ആ നരകത്തിൻ്റെ തീജ്വാലകളിൽ ഏറ്റുകൊണ്ട് വ്യസനിക്കുന്നതായ ആളുകളെ കണ്ടുകൊണ്ട് ദുനിയാവിൽ അവരെ കൂട്ടുകാരായിട്ട് നിലകൊണ്ടതായ ജനങ്ങൾ, അവരോടൊപ്പം നിലകൊള്ളാതെ നമസ്കാരങ്ങളെ ചിട്ടവെച്ചതായ മുഅ്മിനീങ്ങൾ, അവർ ചോദിക്കുകയാണ് മാ സലകകും ഫീ സഖർ. അല്ലയോ മനുഷ്യ മാനവ, അല്ലയോ സഹോദരി, നിങ്ങളെ നരകത്തിൽ കടക്കാൻ കാരണമെന്താണ്? നരകം ധാരാളമുണ്ടല്ലോ. ഹുത്തമ എന്നുള്ളത് നരകമാണ്, ജഹീം എന്നുള്ളത് നരകമാണ്, ഹാവിയ എന്നുള്ളത് നരകമാണ്, ജഹന്നം എന്നുള്ളത് നരകമാണ്, അതുപോലെയുള്ള നരകമാണ് ലള എന്ന നരകം. ആദരവായ പ്രവാചകന് പറയുന്നു, സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് മനുഷ്യരെ പ്രവേശിക്കപ്പെടുമ്പോൾ ആളുകൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളിത് ഈ പ്രവേശിച്ചത്? ഖാലൂ, നരകത്തിൽ കടക്കുന്ന ആളുകൾ വിളിച്ചു പറയുകയാണ്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, നമസ്കാരത്തെ അശ്രദ്ധ വെച്ചുകൊണ്ട് കഴിഞ്ഞു പോയിരുന്നവരാണ്. പരിശുദ്ധമായ റമദാൻ വന്നിട്ട് പോലും പാപം പൊറുപ്പിച്ചെടുക്കാത്ത ആളുകളില്ലേ? റമദാൻ കടന്നു വന്നിട്ട് പോലും കള്ളു കുടിച്ചും വ്യഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ കണ്ടും നമസ്കാരങ്ങളെ അശ്രദ്ധമാക്കിയതായ ആളുകളില്ലേ? ഇൻസ്റ്റഗ്രാം എന്ന ആപ്പിലൂടെ എത്രയെത്ര സഹോദരിമാരാണ് പ്രണയിച്ചു കൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ചെറുപ്പക്കാരാണ് പ്രണയത്തിൻ്റെ ജോഡികളെ തേടിക്കൊണ്ട് പോകുന്നത്, രാത്രിയുടെ യാമങ്ങളെ മലീമസമാക്കുന്നത്. നഊദു ബില്ലാഹ്. എത്രയെത്ര ഉമ്മമാരാണ്, സഹോദരിമാരാണ് ദുഃഖത്തോടുകൂടി വിളിച്ചു പറയുന്നത്, ഉസ്താദേ എൻ്റെ പൊന്നുമോള് പോയി ഉസ്താദേ, ഇൻസ്റ്റഗ്രാം എന്ന ആപ്പിലൂടെ മറ്റുള്ള പരപുരുഷന്മാരുമായി ബന്ധം വെച്ചിരിക്കുകയാണ്. 16 വയസ്സുള്ള മുസ്ലിം പെൺകുടിയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ആത്മീയമായ സിലബസിൽ പഠിച്ചവളാണ്, ഖുർആൻ ഓതാൻ അറിയാവുന്നവളാണ്, ദിക്റുകൾ ചൊല്ലിയവളാണ്, പരിശുദ്ധമായ റമദാനിൽ ഇബാദത്തുകൾ എടുത്തവളാണ്. പക്ഷേ കാപട്യത്തിൻ്റെ മുഖമാണ് അവൾ അണിഞ്ഞത്. തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ, പിതാവിനെ അവൾ കബളിപ്പിക്കുകയായിരുന്നു. റമദാനിൻ്റെ പവിത്രമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പോലും അവൾ ഇൻസ്റ്റഗ്രാമിലൂടെ കാമുകന്മാരുമായി സൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മൊബൈൽ ഫോണിൽ അവൾ ജീവിതം മാറ്റിവരയ്ക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ തരംഗത്തിലൂടെ IT യുഗമല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുന്നവളായി അവൾ മാറിയെന്ന് അവൾ അഭിരമിക്കുകയാണ്. പക്ഷേ കാലഘട്ടം അവളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ്. ദീനില്ലാത്തവളായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാത്തവളായി, ഏകദൈവ വിശ്വാസത്തെ എതിർക്കുന്നവളായി, നിരീശ്വരവാദത്തിന് കുടപിടിക്കുന്നവളായി എത്രയെത്ര ചെറുപ്പക്കാരാണ്, എത്രയെത്ര സഹോദരങ്ങളാണ് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ തിന്മയിൽ നിന്നും ഒഴിവാകാൻ, എല്ലാ അശ്ലീലതയിൽ നിന്നും നമ്മുടെ മക്കളെ ഒഴിവാക്കുവാൻ. കള്ളുകുടിയുള്ള മകനുണ്ടോ? ലഹരി നുണയുന്ന മകനുണ്ടോ? MDMAക്ക് അടിമപ്പെടുന്ന മകനുണ്ടോ? LSDക്ക് അടിമപ്പെടുന്ന മകനുണ്ടോ? മാരകമാകുന്ന ഹശീഷ് ഉപയോഗിക്കുന്ന മക്കളുണ്ടോ? തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ലെസ്ബിയനുകളായി പോയി ഉസ്താദ് എന്ന് സങ്കടപ്പെടുന്ന മാതാപിതാക്കളുണ്ടോ? എത്രയെത്ര സഹോദരിമാരാണ്, എത്രയെത്ര ഉമ്മമാരാണ് പെൺകുട്ടികളെ കലാലയങ്ങളിലേക്ക് പഠിക്കാൻ മടിയാണ്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കലാലയങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പോലും ആ പെൺകുട്ടികൾ തമ്മിൽ പരസ്പരം പ്രണയ ജോഡികളായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ലെസ്ബിയനുകളായി ഞങ്ങൾ ഒന്നിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന തലത്തിലേക്ക് മുസ്ലിം അംഗമാര്, മുസ്ലിം പെൺകുടികൾ തലയിൽ തട്ടവിട്ടതാകുന്ന സഹോദരിമാർ, 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പ്ലസിന് പഠിക്കുന്ന അംഗമാർ മാറിയില്ലേ? മാറിയില്ലേ? ലേഡീസ് ഹോസ്റ്റലുകൾ അത്തരത്തിലുള്ളതാകുന്ന പരാജയത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറിയില്ലേ? സ്ത്രീകൾ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തിക്കൊണ്ട് സംതൃപ്തിപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം എത്തിപ്പെട്ടു പോയില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മിൻഹാ, ലോകാവസാനത്തിൻ്റെ അടയാളത്തിൽ
പെട്ടതാണ് നികാഹു റജുലി അർറജുല. പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനമാണ് സാബ. വനികാഹുൽ മർഅതി അൽ മർഅത. സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം കടന്നു വന്നാൽ അതിലൂടെ ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ ലെസ്ബിയനായി ജീവിക്കാൻ പോയാണ്. വാപ്പയും ഉമ്മയും എതിർത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി അനുകൂലമായി സുപ്രീം കോടതിയുടെ വിധിയും മാനിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങുന്ന മുസ്ലിം അംഗമാരില്ലേ, മുസ്ലിം സഹോദരിമാരില്ലേ? നഊദു ബില്ലാ. എവിടേക്കാണ് നമ്മുടെ കാലഘട്ടം പോകുന്നത്? ആദരവായ പ്രവാചകൻ പറയുകയാണ്, ലോകാവസാനത്തിൻ്റെ അടയാളമാണ് സാബ. ഈ ലോകം നശിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തി പോകുന്ന കാലഘട്ടം വന്നാൽ സ്ത്രീകളുമായി സ്വവർഗരത അനുരാഗികളായി ലെസ്ബിയനുകളായി മാറുന്ന കാലഘട്ടം കടന്നു വന്നാൽ ലോകാവസാനമാണ് സാബ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഹബീബായ നബി തങ്ങൾ അരുളിയതാണ്. നാളെ നരകത്തിലേക്ക് അക്കൂട്ടരെ വലിച്ചെറിയപ്പെടുമ്പോൾ നരകത്തിൽ കിടക്കുന്നവരോട് കൂട്ടുകാർ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ സലക്കക്കും ഫീ സഖർ. നിങ്ങളെ ഈ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് എത്തിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയുമോ? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഏകദൈവ വിശ്വാസികളായിരുന്നില്ല, ഞങ്ങൾ ഔലിയാക്കളെ ചീത്ത വിളിച്ചവരാണ്, ഞങ്ങൾ അമ്പിയാക്കളെ ശിരസാവഹിക്കാത്തവരാണ്, ഞങ്ങൾ ഉലമാക്കളുടെ വചനങ്ങളെ തൃണവൽഗണിച്ചവരാണ്, ഞങ്ങൾ പണ്ഡിതന്മാരുടെ വചനങ്ങളെ ചെവിക്കൊള്ളാതെ പോയവരാണ്, ഞങ്ങൾ നമസ്കരിക്കാതിരുന്നവരാണ്, ഏകദൈവ വിശ്വാസം ഞങ്ങൾക്കില്ല, ഞങ്ങൾ നിരീശ്വരവാദികളാണ്, ഞങ്ങൾ യുക്തിവാദികളാണ്, ഞങ്ങൾ അത്തരത്തിലുള്ള അപജയങ്ങൾക്ക് കൊടപിടിച്ചവരാണ്. തീർന്നില്ല. വലം യകുനു തുഇമുൽ മിസ്കീൻ. പാവപ്പെട്ടതാകുന്ന ജനകോടികളുടെ വിശപ്പോ ദാഹമോ മാറ്റാൻ ഞങ്ങൾ തയ്യാറായില്ല. ഒരു പട്ടിണി കിടക്കുന്നവന്റെ ബുദ്ധിമുട്ടറിയാൻ ഞങ്ങൾക്ക് റമദാൻ ഉണ്ടായിരുന്നു. ആ റമദാനിൽ പോലും ഞങ്ങൾ മൃഷ്ടാന്ന ഭോജനം നടത്തിയവരാണ്. പകലിൻ്റെതാകുന്ന സമയങ്ങളിൽ പോലും കടകൾ തുറന്നു വെച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പകലിൽ പോലും നോമ്പ് പിടിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടന്നവരാണ്. നോമ്പ് പിടിക്കുന്ന ആളുകൾ പോലും രാത്രിയുടെ യാമങ്ങളിൽ കടകളിലേക്ക് പോയവരുന്നവരാണ്. മഗ്‌രിബ് മുതൽ സുബൈ വരെ തിന്നു കുടിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാനിനെ അപഹസിച്ചവരാണ്. ആ റമദാനിൻ്റെതാകുന്ന സർവ്വ നന്മകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചവരാണ്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. ആഖിറത്തെ ഞങ്ങൾ കളവാക്കിയവരാണ്. പരലോക ജീവിതമെന്നുള്ള ജീവിതമില്ല, അങ്ങനെ ഒരു കാലഘട്ടമില്ല. ഖബർ എന്ന ലോകമില്ല, മഹ്ശർ എന്ന ലോകമില്ല, സിറാത്ത് എന്ന പാലമില്ല, മീസാൻ എന്ന ത്രാസില്ല, നന്മയില്ല, സ്വർഗമില്ല, നരകമില്ല, എല്ലാ കെട്ടുകഥകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവരാണ്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. അങ്ങനെ ഞങ്ങൾ കള്ളു കുടിച്ച് രസിച്ച് രമിച്ച് മോശപ്പെട്ട സിനിമകൾ കണ്ട് സീരിയലുകൾ കണ്ട് പരിശുദ്ധമായ റമദാൻ കടന്നു പോയാലുടനെ പെരുന്നാടിൻ്റെ സുദിനത്തിൽ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒന്നിച്ച് തിയേറ്ററിൻ്റെ അകത്തളത്തിൽ പോയി പുതിയ റിലീസിൻ്റെ പടങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സമയങ്ങളെ ചെലവഴിച്ചവരാണ്. യാത്രയുടെ യാമങ്ങളിൽ കോഴിക്കോട് കടപ്പുറത്ത് പോയി ബീച്ചുകൾ ഞങ്ങൾ നിറങ്ങിയവരാണ്. കഞ്ചാവ് അടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. MDMA കടിമപ്പെട്ട ജീവിതം നയിച്ചവരാണ്. ഖുർആനിനെതിരെ ഞങ്ങൾ ജീവിതം നയിച്ചവരാണ്. ആലിമീങ്ങളെ തൃണവൽഗണിച്ചവരാണ്. CM വലിയുള്ള അടക്കമുള്ള മഹാന്മാരെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നവരാണ്. വാൾപോസ്റ്റുകൾ ഇട്ടവരാണ്. മോശപ്പെട്ട ചിത്രങ്ങൾ എഴുതിയവരാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എന്ന് വേണ്ട സോഷ്യൽ മീഡിയയുടെ ഏതെല്ലാം മേച്ചിൽ പുറങ്ങളുണ്ടോ അവിടെയെല്ലാം ബിദ്അത്തിന്റെ വാക്കുകൾ ഞങ്ങൾ കുത്തി നിറച്ചവരാണ്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ
ഈ രീതിയിൽ കളിച്ചും രസിച്ചും ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം ഞങ്ങളെ ഞൊടിയിടയിൽ പിടിക്കുന്നത്, ഞങ്ങളുടെ ആത്മാവിനെ പിടിക്കുകയാണ്. ഞങ്ങളിതാ എന്നേക്കുമായി കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക്, ഈ സഖർ എന്ന നരകത്തിലേക്ക് എറിയപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹ് പറയുകയാണ്, ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. പഠിച്ചു വെക്കണേ മുസ്ലിമേ, മുസ്ലിമത്തേ, നമസ്കാരമില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാതെ, റസൂലുള്ളാഹിയെ കുറിച്ച് ഭയമില്ലാതെ, അള്ളാഹുവിൻ്റെ കിതാബുകളെ കളവാക്കി, പരിശുദ്ധമായ ദീനിനെ കളവാക്കി, ലോകാവസാനത്തെ കളവാക്കി, അങ്ങനെ ഒരു ജീവിതമില്ല. പരലോക ജീവിതത്തെ പരിപൂർണമായി തൃണവൽഗണിച്ചുകൊണ്ട് കളിച്ച് രസിച്ച് രമിച്ച് ദുനിയാവിൽ കഴിഞ്ഞുകൂടിയവരെ അവർക്ക് ഒരാൾ പോലും ശുപാർശ ചെയ്യുകയില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. അവരുടെ വിഷയത്തിൽ റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് ആര് ശുപാർശ ചെയ്താലും അല്ലാഹു പരിഗണിക്കില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനെ, മുഅ്മിനത്തെ, റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ശവ്വാലിൻ്റെ 6 നോമ്പിൽ നമ്മൾ നിലകൊള്ളുന്നു. റമദാനിൽ തന്നെ വിട്ടുപോയിട്ടുള്ള എത്രയോ നോമ്പുകൾ നമുക്കുണ്ട്. രോഗികളായ ആളുകൾക്കും മുസ്ലിം സഹോദരിമാർക്ക് അശുദ്ധിയുടെ വേളകളിലുമൊക്കെയായി നഷ്ടപ്പെട്ടത്. ഈ ശവ്വാൽ മാസം തീരുന്നതിന് മുമ്പായി ആ 6 നോമ്പ് പിടിച്ചു വിടുന്നതിനോടൊപ്പം റമദാനിലെ നോമ്പ് കൂടി നിയ്യത്ത് ചെയ്ത് വീട്ടിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി റമദാനിൽ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം, അതിലേറ്റവും വലുതാണ് പരിശുദ്ധമായ നോമ്പും പവിത്രമായ നിസ്കാരവും. അസ്സൗമു ജുന്നത്തുൻ യുസ്തജന്നു ബിഹൽ അബ്ദു മിനന്നാർ. നരകമെന്ന് പറയുന്നത് പരിചയാണ്. തീർച്ചയായും അവനെ നരകത്തെ തൊട്ട് അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സല്ലല്ലാഹു 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തൽ ഊലാ കുതിബ ലഹു ബറാഅത്തും മിനൻ നിഫാഖ് വ ബറാഅത്തും മിനൻ നാർ. 40 ദിവസം ജുമഅയും ജമാഅത്തും ഒരൊറ്റ വഖത്ത് പോലും നഷ്ടപ്പെടാതെ പുരുഷന്മാരെ ബാങ്ക് വിളിച്ചാലുടനെ പള്ളിയുടെ അകത്തലത്തിലെത്തി ഇമാമിനോടൊപ്പം ആദ്യത്തെ തക്ബീറിൽ ചേർന്ന് നിന്നുകൊണ്ട് നീ നമസ്കരിച്ചാൽ 40 ദിവസം കൊണ്ട് നീ എത്തിപ്പെടുന്നത് കാപട്യത്തിലുള്ള മോചനപത്രമാണ്. നരകീയ മോചനപത്രവും കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 മോചനപത്രം, ഒന്ന് കാപട്യത്തിൽ നിന്ന്, മറ്റൊന്ന് നരകത്തിൽ നിന്ന്. എങ്ങനെ കിട്ടും? 40 ദിവസം ബാങ്ക് വിളിച്ച അവ്വൽ വഖത്തിൽ ഇമാമിനോടൊപ്പം അവ്വൽ സഫിലെത്തി ഇമാമ അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീർ ചൊല്ലുമ്പോൾ നീ അവിടെ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മളിൽ പല ആളുകൾ എന്താ ചെയ്യുക? ആ സമയത്ത് പള്ളിയിലില്ല, എല്ലാവരും ആ സമയത്ത് പുറകോട്ടാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഘട്ടമാണ്. പള്ളികളിലൊക്കെ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. പള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തീരെ വെള്ളമില്ലാത്ത ഘട്ടമായിരുന്നാൽ പോലും ഇനി കൂടുതലുണ്ടെങ്കിലും ധൂർത്ത് ചെയ്യാൻ പാടില്ല. 3 പ്രാവശ്യം വീതം കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ ആ രീതിയിൽ ചെയ്യൽ സുന്നത്താണ്. യുസന്നു തസ്ലീസു കുല്ലുൻ മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ. തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹ. അതിനേക്കാൾ കൂടുതൽ സ്വന്തം വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിലും 4ാമത്തെ പ്രാവശ്യം ആവശ്യമില്ലാതെയാണ് എടുക്കുന്നത് എങ്കിൽ അത് കറാഹത്താണ്. വഹറാമുൻ ഇദാ കാന മുസബ്ബല. ആവശ്യമില്ലാതെയാണ് 4ാമത്തെ പ്രാവശ്യം പള്ളിയുടെ വെള്ളം, പൊതുവായിട്ടുള്ള വെള്ളം നീ എടുക്കുന്നത് എങ്കിൽ വഹറാമുൻ, അത് ഹറാമാണ്, നിഷിദ്ധമാണ്.
ആ എടുക്കുന്നതിന് ശിക്ഷ വാങ്ങുമെന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വെള്ളം ഇങ്ങനെ കോരിക്കോരി ഒഴിക്കുക ആദ്യം. ഇവിടെ വെള്ളം ഇല്ലയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് വെള്ളം ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം. എത്ര ആളുകളാണ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുള്ളത്, വെള്ളമില്ലാതെ വിഷമിക്കുന്നവർ. കിണറ്റിൽ വെള്ളമില്ല, തടാകങ്ങളിൽ വെള്ളമില്ല, അതിശക്തമാകുന്ന ചൂട് കൂടിക്കൂടി വരാൻ അടുത്ത 1-2 ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥ വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും റബ്ബ് നൽകിയാൽ നൽകി. കാലാവസ്ഥ വിദഗ്ധരുടെ വാക്ക് എങ്ങനെയാണ്? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത. നല്ല സുഖമുണ്ട്. ആ ജോലി നമുക്ക് കിട്ടിയായിരുന്നേ മാസം കറക്റ്റ് ശമ്പളം കിട്ടിയാൽ. എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞാൽ മതി. എന്ത്? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത. നല്ല ഫത്വയ, ആർക്കൊരു കുഴപ്പമില്ല. പെയ്തില്ലെങ്കിൽ പെയ്തില്ലല്ലോ, ഞങ്ങളത് പറഞ്ഞായിരുന്നല്ലോ. പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത. പെയ്തെങ്കിലോ, ഞങ്ങളതും പറഞ്ഞായിരുന്നു. പെയ്യാനും പെയ്യാതിരിക്കാനും ഉണ്ടെന്ന് പറഞ്ഞു. നല്ല സുഖമുണ്ട്. അള്ളാഹു നല്ല മഴ വർഷിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. കാരുണ്യത്തിൻ്റെ മഴ അള്ളാഹു വർഷിക്കുമാറാവട്ടെ.